ക്രിക്കറ്റ് ചിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡബിൾ ഹെഡറാണ് IPL സൂപ്പർ സാക്കറിന്റെ രണ്ടാമത്തെ മത്സരം. വൈകിട്ട് 7:30 SRHും CSKയും തമ്മിലാണ് മത്സരം നടക്കുക ഹൈദരാബാദിലാണ്. SRH ഇപ്പോ കളിച്ച 5 മത്സരത്തിൽ 3 പരാജയം 8 വിജയവുമായി 5ാം സ്ഥാനത്തും, CSK ആവട്ടെ കളിച്ച 5 മത്സരത്തിൽ 2 വിജയം 3 പരാജയവുമായി അവർ 8ാം സ്ഥാനത്തുമാണ് ഉള്ളത്. അപ്പൊ രണ്ട് ടീമിന് ക്രൂഷ്യൽ മാച്ചാണ്, വിജയിച്ച് പറ്റും രണ്ട് ടീമിന്. അവിടെ തീവാറുന്ന പോരാട്ടം പ്രതീക്ഷിക്കാം. നമുക്ക് വീഡിയോയില് പിച്ച് റിപ്പോർട്ട്, ടീം ന്യൂസ്, പ്രോബബിൾ ലൈനപ്പ് എന്നീ കാര്യങ്ങൾ വിശദമായിട്ട് നോക്കാം. മത്സരം നടക്കുക ഹൈദരാബാദ് പിച്ചിലാണ്. രാത്രിത്തെ മത്സരമായോണ്ട്, ഈവനിങ് ഗെയിം ആയോണ്ട് ഒരു വലിയ സ്കോറിലേക്ക് തന്നെ മത്സരം പോകുമെന്ന പ്രതീക്ഷയാണുള്ളത്. കാരണം ഇത് രാജസ്ഥാൻ റോയൽസും SRH തമ്മിൽ മത്സരം നടന്നവർക്ക് അതേ സർഫേസ് കളി നടക്കുക. അതിപ്പോ നടന്നിട്ട് ഒരു 3-4 ദിവസം ആവുന്നതേ ഉള്ളൂ. സെയിം സർഫേസിന് കളി നടക്കുക. ഒരു വലിയ സ്കോറിലേക്കൊക്കെ SRHന് പോകാൻ പറ്റും. അതായത് SRH ആയാലും CSK ആയാലും വലിയ സ്കോറിലേക്ക് പോകാൻ പറ്റും രണ്ട് ടീമിന്. കാരണം അങ്ങനെ ബാറ്റിംഗ് ട്രാക്കുള്ള പിച്ചാണിത്. മറ്റ് ടീം ന്യൂസും മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ട് ടീമിനും ഇഞ്ചുറി പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. സീസണിന്റെ തുടക്കം മുതലേ അവർക്ക് പ്രശ്നങ്ങളാണ് രണ്ട് ടീമിനും. ഇപ്പൊ CSKയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഖലീൽ അഹമ്മദ് റോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അവരുടെ ഏറെ പ്രതീക്ഷ വിശ്വസ്തരായ ബോളർ ഖലീൽ അഹമ്മദ് സീസണിൽ ബാക്കി മത്സരം കളിക്കില്ല. ഒരു തിരിച്ചടിയാണ് CSKക്ക്, റോൾഡ് ഔട്ട് ആയി. ഇപ്പോ ഖലീൽ അഹമ്മദ് ESPN ക്രിക്കറ്റ്സ് കൊടുക്കുന്ന റിപ്പോർട്ട് പ്രകാരം ബിഗ് പിക്ചർ തന്നെ കൊടുക്കുക. അതായത് ഖലീൽ എ ബിഗ് മിസ് ഫോർ CSK, ഒരു സംശയമാണ് ബിഗ് മിസ് തന്നെയാണ്. പിന്നെ ഇപ്പൊ ഖലീൽ അഹമ്മദ് അവർക്കിപ്പോ നമ്മുടെ ആകാശ് മധുവാളൊക്കെ നെറ്റ്സിൽ കണ്ടതുപോലെ ക്രിക്കറ്റ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഒന്നും ടീമിനോടൊപ്പം ഒഫീഷ്യലി ജോയിൻ ചെയ്തിട്ടില്ല. പിന്നെ അൻഷുൽ കമ്പോജും നൂർ അഹമ്മദും ഒക്കെയാണ് അവർക്ക് ബോളിംഗിലുള്ള. പിന്നെ അക്മൽ ഹുസൈൻ ഉണ്ട്. ഫാസ്റ്റ് ബോളേഴ്സ് ആയിട്ട് ജെയ്മി ഓട്ടനും മാറ്റ് ഹെൻറിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ മുകേഷ് ചൗധരി സബിനുണ്ട്. അദ്ദേഹത്തിന്റെ ഇറക്കുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. അങ്ങനെയൊക്കെ അവർക്കുണ്ട്. പിന്നെ MSDയുടെ കാര്യം, MSDയിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. CSK സ്കോഡിന് ഹൈദരാബാദിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കളിക്കുന്നു ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയങ്ങളാണ്. ഒരു പക്ഷേ ഇമ്പാക്ട് പ്ലെയറായിട്ട് ധോണി ഇറങ്ങുന്ന റിപ്പോർട്ടാണ് ESPN ക്രിക്കറ്റ് പുറത്തുവിടുന്നത്. ഇമ്പാക്ട് പ്ലെയറായിട്ട് ധോണി ഇറങ്ങുകയാണെങ്കിൽ അതൊരു തിരിച്ചടിയാകും. കാരണം ധോണി ഇമ്പാക്ട് ആയിട്ട് ഇറങ്ങുന്നതിന് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് മാച്ച് CSK ആണെങ്കിൽ ധോണി പ്ലേയിങ് ലെവൽ ഉണ്ടാവണമല്ലോ. ധോണി ബാറ്റ് ചെയ്യാൻ മാത്രമേ ഇറങ്ങുന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വിക്കറ്റ് കീപ്പിംഗ് ധോണി ഉണ്ടാവില്ല, സഞ്ജുവിനായിരിക്കും. പിന്നെ സർഫറാസ് ഖാന്റെ കാര്യം, സർഫറാസ് ഖാൻ ഇപ്പൊ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സഞ്ജു സാംസൺ ആവട്ടെ അദ്ദേഹം മികച്ച ഫോമിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം, രുദ്രാജ് ഗെയ്ക്വാദ് വളരെ ഫോമോട്ടാണ്, ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് നല്ല സ്റ്റാർട്ട് ലഭിക്കുന്നില്ല. അതാണ് CSKയുടെ പ്രശ്നം. പവർ പ്ലേ 2 വിക്കറ്റുകൾ പോന്നു. അവർക്ക് ഓപ്പണിംഗ് ബാറ്റ്സ്മാന് വിജയിച്ചവരെ കളിക്കാൻ പറ്റുന്നില്ല. CSKക്ക് ഒരു പക്ഷേ ധോണി ഇമ്പാക്ട് ആയിട്ട് ഇറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷെ അതിന്റെ ചാൻസുകൾ വളരെ കുറവാണെന്നും പറയുന്നുണ്ട്. SRHന്റെ കാര്യത്തിലേക്ക് വന്നാൽ SRH ഇപ്പൊ കഴിഞ്ഞ കളി രാജസ്ഥാനെ ബീറ്റ് ചെയ്താണ് വരുന്നത്. 2 ഡെബ്യൂട്ടൻസ് ഓർമ്മയുണ്ടോ? ഷക്കീബ് ഹുസൈൻ 8 വിക്കറ്റുകളാണ് എടുത്തു കൂട്ടിയത് രണ്ട് ടീമുകളും കൂടിയിട്ട്. പിന്നെ ഹർഷ ദുബൈ, ശിവൻകുമാർ ഒക്കെ അവർക്കുണ്ട്. അവർ യങ്സ്റ്റേഴ്സ് മികച്ച രീതിയിൽ കളിച്ചാൽ CSKയെ അവർക്ക് അനായാസം പരാജയപ്പെടുത്താൻ പറ്റും. സംശയവും വേണ്ട കാര്യത്തിൽ. അവരുടെ 2 മികച്ച ബോളിംഗ് നിര തന്നെ അവർക്ക് ധാരാളമാണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം അറിയോ? SRHന്റെ ബാറ്റിംഗിൽ ഇൻകൺസിസ്റ്റന്റ് ആണ്. അഭിഷേക് ശർമ്മ ഹെഡ് കൺസിസ്റ്റന്റ് ക്ലാസ്സിൽ കളിക്കുന്നുണ്ട്. പക്ഷെ പഴയ സ്ട്രൈക്കറായിട്ട് മികവുന്ന ക്ലാസ്സിൽ ഇപ്പൊ കളിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ SRHനുണ്ട്. ബൗളിംഗിൽ പറഞ്ഞില്ല, ഈ 2 പ്ലേയേഴ്സ് മികച്ച രീതിയിലാണ് കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ ശിവൻകുമാറും ഹർഷ ദുബൈക്കുണ്ട്. ഇപ്പൊ ക്രെയിൻ പുളേറ്ററെ പുറത്തുണ്ട്. ഇങ്ങനെ ഒരുപാട് നീക്കങ്ങളായിരിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ദിൽഷൻ മധുശങ്കനെ അവർ എത്തിച്ചിട്ടുണ്ട് ടീമിലേക്ക്. ദിൽഷൻ മധുശങ്കനെ അവര് ഇപ്പോ ബ്രൈഡൻ കാർഡ്സ് വരെ ഒഫീഷ്യലായിട്ട് ദിൽഷൻ മധുശങ്കനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ജേക്ക് എഡ്വേർഡ്സ് റോൾഡ് ഔട്ട് ആയിട്ട് പകരം വെച്ച പ്ലെയർ ആയി ഡേവിഡ് പെയിൻ. പക്ഷെ ഇപ്പൊ ഡേവിഡ് പെയിനും ഇഞ്ചുറി ആയി അങ്ങനെ റോൾഡ് ഔട്ട് ആയി പകരം ജെറാൾഡ് ഗോഡ്സിയെ ടീമിലേക്ക് SRH അതിനെ വിശദമായിട്ട് വീഡിയോ എടുക്കാം. ഇഞ്ചുറി അപ്ഡേറ്റ് ഇപ്പൊ ജെറാൾഡ് ഗോഡ്സി ഒഫീഷ്യലായിട്ട് അവർ ടീമിലേക്ക് എത്തിച്ചില്ല. അപ്പൊ SRH ഇങ്ങനെ റീപ്ലേസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇപ്പൊ ഒഫീഷ്യലായിട്ട് ഒരു സ്കോഡ് പറയുന്നില്ല. കാരണം 2 മത്സരം കളിച്ച പ്ലെയർ പിന്നെ മത്സരം റോൾഡ് ഔട്ട് ആയി പോകുന്നു. അങ്ങനെ റീപ്ലേസ്മെന്റ് SRH ഉള്ളത്. പക്ഷെ എന്നാലും ദിൽഷൻ മധുശങ്കനെ, ഗോഡ്സെ, പിന്നെ ഇന്ത്യൻ
ടാലന്റഡ് ബോളേഴ്സും കമ്മിൻസ് ഒക്കെ എടുത്ത് വരാനുണ്ട്. കമ്മിൻസ് ഒക്കെ ഇന്ത്യൻ എത്തിയിട്ടുണ്ട്, പക്ഷെ അതിന് കളിക്കില്ലെന്നാണ് റിപ്പോർട്ട്. പിന്നെ ഹർഷൽ പട്ടേൽ, ജയദേവനൊക്കെ ഇതാവും മികച്ച ടീമായിട്ട് SRH ഉണ്ട്. ബാറ്റിങ്ങിലും ഇപ്പൊ നിതീഷ് കുമാർ, ഇഷാൻ കിഷാനും നിതീഷ് കുമാർ റെഡ്ഡിയും ഹെൻറി കാഷനൊക്കെ മികച്ച ഫോമിലും കളിക്കുമ്പോൾ ഇന്നൊരു മികച്ച ടോട്ടൽ തന്നെ SRH പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ടീമിന്റെയും ഒരു പ്രോബബിൾ ലൈനപ്പ് നമുക്ക് നോക്കാം. മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വന്നാൽ ഇപ്പൊ ധോണിയുടെ കാര്യം ഓൾറെഡി പറഞ്ഞു. അദ്ദേഹം ഇപ്പൊ ട്രാവൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ കളിക്കുന്ന കാര്യം സംശയങ്ങളുണ്ട്. പിന്നെ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ, നൂർ അഹമ്മദ് ഇന്ന് യഥാർത്ഥത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാവും CSK. കാരണം ഹെൻറി ക്ലാസിന്റെ സ്ട്രൈക്ക് റേറ്റ് എത്ര അറിയോ? നൂർ അഹമ്മദിനെതിരെ 269 ഹെൻറി ക്ലാസിന്റെ സ്ട്രൈക്ക് റേറ്റ്. അത് മാത്രമല്ല ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും മികച്ച ഫോമിലാണ് സ്പിന്നറിനെ കളിക്കുക. അങ്ങനെയൊക്കെ ആയിരിക്കും ഇതുണ്ട്. പിന്നെ സർഫറാസ് ഖാന്റെ ഒരു ഹിറ്റിംഗ് കപ്പാസിറ്റി യഥാർത്ഥത്തിൽ CSK ഗുണം ചെയ്യും. ശിവൻ ദുബൈയുടെ ഹിറ്റിംഗ് കപ്പാസിറ്റി. രണ്ട് ടീമിന്റെയും പ്രോബബിൾ ലൈനപ്പിലേക്ക് നമുക്കൊന്ന് പോയാൽ CSKയുടെ കാര്യത്തിൽ ഗേക്വാദും സാംസണും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്താൽ ആയുഷ് മാത്രം നമ്പർ 3, ഡെവൽഡ് പ്രിൻസ് നമ്പർ 4, സർഫറാസ് ഖാൻ നമ്പർ 5, ശിവൻ ദുബൈ നമ്പർ 6, ജെയ്മി ഓവർട്ടൺ നമ്പർ 7, നൂർ അഹമ്മദ് നമ്പർ 8, അൻഷുൽ കമ്പോജ് നമ്പർ 9, ഗുർജാപ്രീത് സിംഗ് നമ്പർ 10, മുകേഷ് ചൗധരി അല്ലെങ്കിൽ മാറ്റ് ഹെൻറി നമ്പർ 11 കളിച്ചാൽ ഇമ്പാക്ട് പ്ലെയറായിട്ട് അക്കീൽ ഹുസൈനോ MS ധോണിയോ ഇറങ്ങും. പിന്നെ SRHന്റെ കാര്യത്തിലേക്ക് വന്നാൽ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മ ഓപ്പൺ ചെയ്താൽ ഇഷാൻ കിഷനും ഹെൻറി ക്ലാസനും നമ്പർ 3 നമ്പർ 4 ഉണ്ടാവും. നമ്പർ 5 ആയിട്ട് നിതീഷ് കുമാറിന്റെ നമ്പർ 6 അനികേത് വർമ്മ, നമ്പർ 7 സലീം അറോറ, പറയാൻ വിട്ട പേരാണ്, മികച്ച പ്ലെയറാണ്. നമ്പർ 8 ഹർഷ് ദുബൈ, നമ്പർ 9 ശിവൻകുമാർ, നമ്പർ 10 ഇഷാൻ മലിംഗൻ കളിക്കും. നമ്പർ 10 പ്രഫുൽ ഹിഞ്ച്, നമ്പർ 11 പ്രഫുൽ ഹിഞ്ച്, നമ്പർ ഇമ്പാക്ട് ആയിട്ട് നമ്പർ 12 ഷക്കീബ് ഹുസൈൻ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഒരു മികച്ച പോരാട്ടമായിരിക്കും. രണ്ട് ടീമും വിജയിച്ചേ പറ്റൂ. പക്ഷെ ഏതായാലും ഹൈദരാബാദിലാണ് കളി. ഇന്നത്തെ മത്സരത്തിൽ സൺറൈസേഴ്സ് വിജയിക്കുമെന്നാണ് നമ്മുടെ അഭിപ്രായം. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വീഡിയോസ് നമ്മൾ വീണ്ടും എത്താം.